ഇന്നലത്തെ ബ്രസീലിന്റെ കളി എഡുവിനെ തട്ടിമുട്ടി എങ്ങനെയും ജയിച്ചു എന്ന് പറയാം. അതാണ് ഇന്നലെ സംഭവിച്ചത്. പക്ഷെ അങ്ങനെ പറയാൻ പറ്റില്ല. ഫിഫയില് 7ാം സ്ഥാനത്ത്, റാങ്കിയിൽ 7ാം സ്ഥാനത്താണ് മൊറോക്കോ നിൽക്കുന്നത്. കഴിഞ്ഞ വേൾഡ് കപ്പ് ഉണ്ടല്ലോ, പോർച്ചുഗലിനെ തോൽപ്പിച്ച് സെമി ഫൈനലിൽ വേൾഡ് കപ്പ് എത്തിയ ടീമാണ് മൊറോക്കോ. അപ്പോൾ അത്ര മോശമാണെന്ന് പറയാൻ ഫോർമേഷനാണ് ഇന്നലെ കളിക്കുന്നത്. 4-1 ഫോർമേഷൻ. അതിനകത്ത് ആഞ്ചലോട്ടി ഒരു സർപ്രൈസ് ആയിട്ടാണ് ഇന്നലെ പ്ലേയേഴ്സിനെ ഇറക്കിയത് എന്നാണ് എനിക്ക്. ആദ്യ പകുതിയിൽ 30 സെക്കൻഡിൽ മൊറോക്കോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്രമശക്തമായ ഫുട്ബോൾ കാഴ്ചവെച്ചു. ഒരു 30 സെക്കൻഡ് സൂപ്പർ അറ്റാക്ക് ചെയ്ത് കളിച്ചു. അവരുടെ ഫോർമേഷൻ കറക്റ്റ് ആയിരുന്നു. അക്കീമിയൊക്കെ നല്ല സൂപ്പറായിട്ട് കളിച്ചു. അവരുടെ അക്കീമി കളിച്ച് അതിൻ്റെ ഫലമാണ് ആദ്യ ഫസ്റ്റ് ഗോൾ അവർക്ക് അടിക്കാൻ കഴിയുന്നത്. സെബാരി എന്താക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ സെബാരിക്ക് കിട്ടിയ ഒരു മിഡ്ഫീൽഡിൻ്റെ അബദ്ധം കൊണ്ട്, ബ്രസീലിൻ്റെ മിഡ്ഫീൽഡിൻ്റെ അബദ്ധം കൊണ്ടാണ് സെബാരിക്ക് ഒരു താളത്തി വെച്ചു കൊടുത്ത പോലത്തെ ഒരു ഗോൾ കിട്ടി. ആ ബോള് ചിപ്പ് ചെയ്ത് ഗോൾ പോസ്റ്റിൻ്റെ ഉള്ളിലേക്ക് കയറി. ആലസ്ബർഗ് എന്ത് ചെയ്യുന്നു വെച്ചാൽ ആ ഗോള് ആവുന്ന ഏകദേശം ഗോളാവാനുള്ള ഒരു ചാൻസ് മണത്തപ്പോഴേക്കും ഇവ ഫ്രണ്ടിലേക്ക് കയറി വന്നു ആലക്സ്ബർഗ്. ഇവൻ എന്താക്കിയെന്ന് വെച്ചാൽ സെബാരി എന്താ വെച്ച് കഴിഞ്ഞാൽ അതിന് കാലുകൊണ്ട് ചിപ്പ് ചെയ്ത് അവൻ്റെ തലേനെ മേളിൽ കൂടി ഇട്ടിട്ട് ഗോളായി. അടിപൊളി ഗോളായിരുന്നു. അത് കഴിഞ്ഞ് വാട്ടർ ബ്രേക്ക് ആയപ്പോൾ നമ്മളെന്താ വിചാരിച്ചത് വേറെ എന്തെങ്കിലും തന്ത്രങ്ങളൊക്കെ ആയിട്ട് വരും. തന്ത്രങ്ങളൊക്കെ ആയിട്ട് വരുന്ന വെച്ചാൽ പക്ഷെ വളരെ നൈസായിട്ടൊരു ഫുട്ബോൾ വിനീസ് ജൂനിയറിൻ്റെ മികച്ച ഒരു ഗോൾ വന്നത്. അത് കൂടെ കിട്ടിയില്ലായിരുന്നെങ്കിൽ ബ്രസീല് പിക്ചറിലെ ഇല്ലാതായിപ്പോയി. കാരണം ആ ഗോള് വിനീസ് ജൂനിയർ അതൊരു ഇന്റർനാഷണൽ ലെവലിലുള്ളൊരു ഗോളാണ് ഇന്നലെ അടിച്ചത്. ആ ഒരു ഗോള് കർവ് ചെയ്ത് ഒരു പാസ് കൊടുത്ത് അവൻ ട്രിബിൾ ചെയ്ത് ഗോൾ പോസ്റ്റിൻ്റെ കോർണറിലേക്ക് പൊന്തിച്ചടിക്കുന്നത്, എന്ന് വെച്ചാൽ ഹൈറ്റിലടിക്കുന്നത്. അത് 100% അവൻ ഒരു പാസ് കിട്ടി. വിനീസ് ജൂനിയർ അല്ലേ? നല്ല പ്ലെയറാണ് അവനാണ് അവിടുത്തെ ഫോർവേഡിൽ മികച്ചമായിട്ട് കളിക്കുന്ന ഫോർവേഡ്. ഇക്കോത്തിക്കായോ ഉണ്ട് അപ്പർ സൈഡ്. പക്ഷേ ഇക്കോത്തിക്കായോ കഴിഞ്ഞൊക്കെ നല്ലൊരു പ്ലെയർ. ഇപ്പോൾ നെയ്മർ ഇന്നലെ കളി പുറത്തിരുന്ന് കാണുമായിരുന്നു. നെയ്മർ കളി പുറത്തിരുന്ന് ഇന്നലെ കണ്ട്. കാരണം നെയ്മർ ഇന്നലെ കളിക്കാൻ പറ്റിയില്ലല്ലോ. പക്ഷെ നെയ്മറിൻ്റെ ഒരു കുറവ് അവിടെ ഉണ്ട്. കാരണം ഫോർവേഡിലേക്ക് മിഡ്ഫീൽഡിൽ നിന്ന് പാസുകൾ കിട്ടുന്നില്ല. മെയിന് കിട്ടുന്നത് അതവിടെ കറക്റ്റായിട്ട് വിനിയോഗിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് നമ്മൾ കളി കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാവുള്ളൂ. അത് എന്നിട്ട് എന്താക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് എന്താക്കി ബ്രസീല് കുറച്ചും കൂടെ പൊസിഷൻ ഗോളിലേക്ക് പോയി. അങ്ങനെ പെട്ടെന്ന് അങ്ങ് കളി തീർന്നു പോയി. പക്ഷേ മൊത്തത്തിലൊരു വിലയിരുത്തൽ പറഞ്ഞു കഴിഞ്ഞാൽ മൊറോക്കോ പോലത്തെ ഒരു ടീമിൻ്റെ അടുത്ത് ഓക്കെ, പക്ഷേ ബ്രസീലിയൻ ഫുട്ബോള് ഇങ്ങനെ പോരാ. നീ എങ്ങനെ ബ്രസീലിന്റെ ഫാനായത്? പിന്നെ പണ്ടത്തെ ടീമിനെ നീ അവിടെ കാണും. നിനക്ക് അപ്പോൾ 8 വയസ്സുണ്ടല്ലോ. നീ ബ്രസീലിന്റെ ടീമായത് ഡൈവറിന്റെ മുടി കണ്ടിട്ടാണ്. അപ്പോ അല്ല, ബ്രസീലിന് പണ്ട് സൂപ്പർ ടീം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ മിഡ്ഫീൽഡിലുള്ള ഫാൾട്ടുകൾ, മിഡ്ഫീൽഡിൽ നിന്നും അവരുടെ റാഫിഞ്ഞോ, ലൂക്കോസ്, റാഫിഞ്ഞോ നല്ലോണം കളിക്കുന്ന പ്ലെയറാണ്. പക്ഷെ റാഫിഞ്ഞോ ഇന്നലത്തെ കളി ഇത്ര മോശം കളിയായിരുന്നു എന്നുള്ള ഒരു വിലയിരുത്തലാണ് എനിക്കുള്ളത്. കാരണം മിഡ്ഫീൽഡ് ബ്രസീലിൻ്റെ ശക്തമായ മിഡ്ഫീൽഡാണ്. മിഡ്ഫീൽഡിൽ നിന്ന് പോലും എത്തിക്കാൻ ബ്രസീലിന് കഴിഞ്ഞിട്ടില്ല മധ്യനിരയിൽ നിന്ന്. അത് ബ്രസീലിൻ്റെ വലിയൊരു ഫാൾട്ടാണ്. പിന്നെ ഇനി കളികൾ വരുന്നുണ്ട്, ബ്രസീലിൻ്റെ കളികൾ കാണാം. ബ്രസീൽ ഈ ലെവലിൽ പോവുകയാണെങ്കിൽ മുന്നോട്ടുള്ള യാത്രകൾ ഉണ്ടാവുമെന്ന് അറിയില്ല. നീ ജേഴ്സിയൊക്കെ ഊരി വെച്ച് ഇവിടെ വേറെ ടീമിൻ്റെ ആളാവട്ടെ. ഓക്കെ, ഇനി അടുത്ത വിലയിരുത്തലുകളായി നാളെ.